ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ്. നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് കുറേ കാര്യങ്ങൾ നടന്ന ഒരു ദിവസം. സംഭവം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറവ് നേരം ബിസിനസ്സിലിരുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് പതിവ് രാവിലെ എണീറ്റപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായൊരു അന്തരീക്ഷം. അപ്പോൾ ഇന്ന് ഡോണിന് അത്യാവശ്യമായിട്ട് രാവിലെ പോകേണ്ടതുകൊണ്ട് തന്നെ ഡോൺ സ്ഥലത്തില്ല. ഡാഡിയാണ് ഇന്ന് തോമുനെ കൊണ്ടുവന്നാക്കിയത് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ എണീറ്റപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ 6:30 ആകുമ്പോഴേക്ക് ഡിവൈൻ്റെ ഒപ്പം എണീക്കും. എണീറ്റിട്ട് പിന്നെ അവൻ്റേതായ കളികളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്ക് നമ്മുടെ തോമു പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ എണീറ്റ് വന്ന വഴിക്ക് തോമു ടാറ്റ പറഞ്ഞ് പോണത് ഞാൻ ആദ്യമായിട്ട് എടുക്കുകയും ചെയ്തു. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ പിന്നിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ രാവിലെ ഡിവൈൻ ഗുഡ് മോർണിംഗ് പറയണതാണ്. എനിക്കല്ല, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പതിവുമ്പടി മാതാവിൻ്റെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മുടെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറ്റി എഡിറ്റ് ചെയ്തതെന്ന്. തോമുട്ടൻ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ടാറ്റ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും മാറിപ്പോയതാണ്. അങ്ങനെ ഞാൻ നമ്മളുടെ തുണികൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര സമാധാനമായ ഒരു സംഭവം കേട്ടോ. ഇത് തലേ ദിവസം ഇങ്ങനെ ഇടണത് എല്ലാ തുണികളും ഇങ്ങനെ ഉണങ്ങി കിട്ടുന്നുണ്ട്. കാരണം ഒന്ന് വാടിയിട്ട് നമുക്ക് എടുക്കേണ്ടാവുക, എന്നാലും നമ്മൾ ആ മുറ്റത്തുനിന്ന് എടുത്തിടുമ്പോഴുള്ള ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തു. ഞാൻ സാധാരണ അകത്തഴയ്ക്ക കെട്ടാത്ത ഒരാളാണ്, പക്ഷേ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് പാച്ചൂട്ടൻ്റെ കുട്ടി ഡ്രസ്സുകൾ നിറച്ചിട്ടുണ്ടാവും. നമ്മുടെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുട്ടികളുടെ ആകുമ്പോൾ അതിങ്ങനെ എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് പുറത്ത് കിടക്കുക. അപ്പോൾ അത് ഞാൻ അഴയ്ക്കുക നന്നായി എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ പാച്ചൂട്ടൻ പോവാണ് കേട്ടോ. അപ്പോൾ അപ്പൻ്റെ സെക്കൻഡ് ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പ് തോമുനെ കൊണ്ടുവന്നാക്കി വന്നു. സെക്കൻഡ് ട്രിപ്പ് പാച്ചുവിനെ കൊണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ട്രിപ്പുണ്ട്. ഇന്നുണ്ട്, നാളെയുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയുണ്ട്. ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഡാഡീൻ്റെ കൂടെ പോകുന്നുണ്ട്. പിള്ളേർസിനെയൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. അവരിപ്പോൾ എവിടെയും കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം എൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുൾ ടൈം ഒളിച്ചു കളിയാണ്. അവൻ്റെ വിചാരം ഞാനും അവനും ഒരേ പ്രായമെന്നാണ്. ഞങ്ങൾ തമ്മിലാണ് ഈ ഒളിച്ചു കളിയും ഓട്ടക്കളിയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയി ഞങ്ങളിതേ കുറേ നേരം നിന്ന് സംസാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടിയ എവിടെയാണോ കൂടുന്നത് അവിടെ നിന്ന് വർത്തമാനം പറയാമെന്നാണ് കണക്ക് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം രാവിലത്തെ പരിപാടികളൊക്കെ വേഗം അവസാനിപ്പിച്ചു. എന്നാലല്ലേ യാത്ര ഞാൻ പറഞ്ഞില്ലേ പോവാണ്ടെന്ന്. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു മാല കേട്ടോ. പേളും റൂബിയും ജെയ്ഡും പച്ചയും കൂടിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ. ഡബിൾ ലെയറാണ്, സിംഗിൾ ലെയറും ആക്കാൻ തോന്നുന്നുണ്ട് ഡാഡി. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പുതിയത് വന്നതിനേക്കാളും സ്പീഡിൽ അത് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചെടുത്ത് പ്ലേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ എങ്ങനെയാണെന്ന് ആദ്യം ഒരെണ്ണം പ്ലേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കും. അപ്പോൾ അത് പോയി അല്ലെങ്കിൽ എൻക്വയറി കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോഴേ ഞാൻ സ്റ്റോക്ക് എടുക്കുകയും പ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഓർഡർ അനുസരിച്ച് മാത്രമേ ഞാൻ പ്ലേറ്റ് ചെയ്യുക, വെറുതെ ഡെഡ് സ്റ്റോക്ക് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഓൾറെഡി ഉണ്ടാവും, മറ്റ് പ്ലേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പേളിൻ്റെ വെറുതെ ഒരു ബോക്സ് ചെയ്യുമ്പോൾ പേളാണ്. ഇത് നമ്മളുടെ 6 പിടി മാലയാണ് കേട്ടോ, നല്ല വീതിയുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുമ്പും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിക്ക് പേളിൻ്റെ കുറേ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 എണ്ണം അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരേപോലെ പേളിൻ്റെ എടുക്കുക അങ്ങനത്തെയൊക്കെയുള്ള കാരണം നമ്മൾക്കും അതെ കേട്ടോ. ചില സമയത്ത് ഒരേപോലെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാറില്ല. 10 എണ്ണം 12 എണ്ണം ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസൈനൊക്കെ മാറുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ റിസ്ക് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളത് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. ഇത് ഗോതമ്പ് മണിയായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു പേളിൻ്റെ മാലയാണ്. അങ്ങനെ ഞാൻ വേഗം പേളിൻ്റെ സെക്ഷൻ എടുത്തപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതല്ല അടുത്തത് വരാൻ പോണത് കേട്ടോ. ഇതിലല്ല, ഞാൻ പോണതിൻ്റെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പാക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നത്. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയും, ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വെച്ചില്ലേ ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് രാവിലത്തെ ഫുൾ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സെക്ഷനിലേക്ക് മാറി. ഡിമ്പിളിന് ഡ്രസ്സ് മാറാനായിട്ട് വേഗം പോയി, കാരണം നമ്മൾ പോവാമെന്നല്ലേ പറഞ്ഞ്. അപ്പോഴാണ് ഡാഡി ഞങ്ങൾ പ്ലാൻ ഒന്നും മാറ്റിയത്. നമുക്ക് നാളെ ഒന്നിച്ച് പോവാം, ഇന്ന് നമുക്ക് ഡാഡിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ ഇന്ന് കുറച്ച് വേറെ പർച്ചേസിങ്ങൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ സെറ്റ് നമ്മൾ ഇന്നലെ എടുക്കണ്ടായിരുന്നില്ലേ, അതൊരു ഹെവി സെറ്റ്
ലോങ് ചെയിനും മറ്റേ ഷോർട്ട് ചെയിനും ജിമിക്കായിട്ടുള്ള ഒരു സെറ്റ് ഇന്നും അത് സോൾഡ് ഔട്ടായിട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല സെറ്റാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ജിമിക്കിയും മാലയായിട്ട് വേണമെങ്കിൽ ആവാം, ലോങ് ചെയിനും ജിമിക്കിയും വേണമെങ്കിൽ ആവാം, വേണ്ട ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. റെൻറ്റഡ് ഷോപ്പുകൾക്കും നല്ല ഒരു സെറ്റാണ് അത് കേട്ടോ. പിന്നെ നമ്മളുടെ ഇങ്ങനെ കരിമണിയുടെ ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള മണിയാണ്. അത് എല്ലാ സൈസിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ ആ പാറ്റേൺ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡാഡി പ്ലേറ്റ് ചെയ്തിട്ട് രാവിലെ പോസ്റ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടി കൈയോടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പേളിൻ്റെ കുട്ടിമാലകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിട്ടിട്ടാട്ടോ പോയത്. എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ആ കൊള്ളാതെ. അപ്പോൾ ഞാൻ അക്കിക്ക് ഇത് ഒരെണ്ണം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്ലേറ്റ് ചെയ്ത് വന്നേലും. അപ്പോൾ ഇപ്പോൾ ഇത് ഇന്ന് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അക്കിയുടെ കഴുത്തിൽ കിടക്കണ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. എന്നാൽ പിന്നെ ഒരെണ്ണം ഞാനും ഇടാന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇന്ന് ഇതാണ് ഇട്ടത്. അപ്പോൾ ഇതും നല്ല ഒരു ഐറ്റമാണ്. പിന്നെ 3 പാറ്റേണാണ് വന്നേക്കുന്നത്. ഒന്ന് സിംഗിൾ ബോൾ, മറ്റേതൊന്ന് 3 എണ്ണമായിട്ടുള്ള കുങ്കുരുവായിട്ട്, ഒന്ന് ഇത് ഇങ്ങനെ റാറാ ഷേപ്പിലുള്ളത് കേട്ടോ. അങ്ങനെ 3 ടൈപ്പാണ് കേട്ടോ. ഇതിന് ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇട്ടു എന്ന് പറഞ്ഞത് 3 എണ്ണത്തിൻ്റെ, പക്ഷേ ഞാൻ 3 എണ്ണത്തിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇട്ടത് ഇപ്പോൾ എനിക്ക് ആശയക്കുഴപ്പമായി. എന്തായാലും ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ സെക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചകാലത്തേക്കുള്ള പരിപാടി അപ്പോഴേക്കും ഡിമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ തൊട്ടാണ് ചിക്കനും കിഴങ്ങും. അപ്പോൾ അത് പകുതിയിലിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി കംപ്ലീറ്റ് ചെയ്തത് ഞാനപ്പോൾ തേങ്ങാപ്പാലൊഴിച്ച് താളിച്ച് അങ്ങനെ ചെയ്തു. അത് കണ്ട ഒറ്റയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കണേ. ഞാൻ എപ്പോഴാണ് നോക്കണത് ഏതാണ് ഞാൻ ഇട്ടേന്നുള്ളത്. എൻ്റെ കാരണം കണ്ടതും നമ്മൾ എന്താ പറയുക, ഒരു സാധനം പുതിയതിടുമ്പോൾ ഇത് ഏതാണ് എന്താണെന്ന് ശ്രദ്ധിക്കാണ്ട് കണ്ട വഴിക്ക് ഒരു ആർത്തിയിലെടുത്തിട്ടതാട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഞാനും ഡിമ്പിളും ഡാഡിയും കൂടിയിട്ടാണ് പോണേ. അപ്പോൾ ഇന്ന് ഡിമ്പിളിൻ്റെ അടുത്ത് പോയിട്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ചാക്കോച്ചൻ. കണ്ണെഴുതി പൊട്ട് തൊട്ട് ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പര്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ഡിവൈൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും ഡിവൈൻ്റെ വക 2 ഫോട്ടോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എടുത്തത്. അപ്പോൾ എന്നോട് പറയും, മമ്മിക്ക് തംബ്നെയിലേക്ക് ഇടാൻ ഫോട്ടോസ് വേണ്ടേ, എന്നാൽ പിന്നെ ഇതിൽ നിന്ന് എടുത്തോന്ന് പറയും. അപ്പോൾ ഇതെനിക്ക് ഉപകാരമുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മാല നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ. അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ ചുറ്റും കിടന്ന് നടക്കുക. എന്നാൽ അവനങ്ങനെ നമ്മൾ യാത്ര പോകുമ്പോൾ കൂടെ വരണം അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഇന്ന് ഞാൻ 1-2 സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമാണോ വണ്ണം കുറഞ്ഞതാണോ എന്നൊക്കെ ഒരു സംശയം. പക്ഷേ എനിക്ക് ക്ഷീണം ഉണ്ടാവാൻ വഴിയില്ല, വെയിറ്റ് ഒരു വ്യത്യാസമില്ല. എനിക്കിവിടെ ഡ്രസ്സ് കുറച്ച് നല്ല ലൂസുള്ളതാണ്. മറ്റേതൊക്കെ എൻ്റെ വയറിങ്ങനെ ഫിറ്റായിട്ട് എടുക്കാറ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ തോന്നിയതെന്ന് എനിക്ക് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ ഞങ്ങളെ യാത്രയാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചനെ കളിയാക്കാണ് ഡിമ്പിൾ കേട്ടോ. അവൻ കണ്ണെഴുതാനായിട്ട് നിന്ന് കൊടുത്തതൊക്കെയാണ് പറയണത്. ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതാനും മുടി ഇരാനൊക്കെ. അപ്പോൾ കണ്ണെഴുതാൻ കണ്ണ് കാണിച്ചു കൊടുക്കണതാണ് കാണിക്കുന്നത്. ശരിക്ക് കാണിച്ചു തരും കേട്ടോ കണ്ണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക, ചേച്ചിയോടും പറഞ്ഞു ഞങ്ങളിതേ പോവാണ്, അപ്പോൾ വല്ലതും വാങ്ങിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക. അങ്ങനെ നമ്മുടെ ബാവൻസിൻ്റെ അവിടെ നിറച്ച് വണ്ടികൾ. ഇതാണ് നമ്മുടെ ബാവൻസിൻ്റെ, അതായത് തൊട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ കാണുന്നത് ബാവൻസാണ്. അവിടെ നിന്ന് ഞങ്ങളിത് നടത്തറ സെൻറ്റർ, നടത്തറയിൽ ഇന്ന് മഴയില്ലാത്തൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര സമാധാനമുള്ളൊരു ദിവസം എന്ന് പറഞ്ഞു. മഴയുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ഭയങ്കരമായിട്ട് പ്രശ്നമാവും. നമ്മൾ ഇറങ്ങി കയറുമ്പോഴൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇത് നല്ലൊരു ദിവസം, അന്തരീക്ഷം വളരെ ശാന്തം, എന്നാൽ ചൂടൊന്നുമില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നെല്ലിക്കുന്ന് വഴി, നമ്മളുടെ മെയിൻ വഴിയാണല്ലോ അമ്മയുടെ മുമ്പിൽ കൂടെ അങ്ങനെ പോകാമെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നത്തെ നമ്മുടെ തറവാട് മിഷൻ ആശുപത്രിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ബേബി സണിലൊന്ന് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ട് ബേക്കറിയിൽ കയറുക എളുപ്പമല്ല. ബേക്കറിയിൽ നിന്നല്ല ഒരു സ്ഥലത്തും നമ്മൾ പിള്ളേരെ കൊണ്ടുപോകാറില്ല. കാരണം നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റാറില്ല എന്നല്ല, വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളെ മോശമാക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയില്ലേ, ചെന്ന് കിടന്നതിലും ഭേദം നിന്ന് കിടുക എന്ന് പറയും. അപ്പോൾ അത് മാക്സിമം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോകാറില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കും. പിന്നെ വല്ല പാർക്കിലോ അവരുടേതായ സ്പേസിലേക്ക് മാത്രമേ നമ്മളങ്ങനെ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബേബി സണ്ണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരുടെ സ്വന്തമായിട്ടുള്ള ബോറമ്പയാണ് ആ അകത്ത് കാണുന്നത്. അവിടുന്ന് അവർ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഇതിൽ ഒട്ടുമിക്ക, ഒരു 90% അവരുടെ ഓൺ പ്രോഡക്റ്റ്സാണ്. വറവ് സാധനങ്ങളായാലും ബേക്ക്ഡ് സാധനങ്ങളായാലും എല്ലതും അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ നമ്മളുടെ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ടൗണിലേക്ക് പോയാലും എനിക്ക് ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അത് ഈ ബേബി സണ്ണിൽ നിന്ന് സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ കുട്ടികളുള്ളപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റില്ല. അവർ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അവിടെ പോകും, അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇത് വേണമെന്ന് പറയും. അപ്പോൾ അത് വെറുതെ എന്തിനാ, അപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നമ്മുടെ മെയിൻ പോകേണ്ട സ്ഥലത്തേക്ക്, അപ്പോൾ മിഷൻ ആശുപത്രി വഴി നമ്മൾ പോയത് കല്യാണിലേക്കാണ് കേട്ടോ. അപ്പോൾ ഡോണിന് നമ്മളുടെ വെഡ്ഡിങ്ങിൻ്റെ അവസരത്തിലും പിന്നെ ബർത്ത്ഡേക്കൊക്കെ കല്യാണിയിൽ നിന്നാണ് കണ്ടമാനം ഇവർ ഫുൾ പർച്ചേസിങ് കല്യാണിയിൽ നിന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ ഞാൻ അന്നൊന്നും ഇവരുടെ കൂടെ പോയിരുന്നില്ല. ഞാൻ അന്ന് കുട്ടികളെ നോക്കിയിട്ട് ഞാനും ലീലാമ്മയും ഉണ്ടായിരുന്നു, ഞങ്ങൾ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ മമ്മിയും കൂടി പോരെ, മമ്മിക്കും കൂടി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എടുക്കുമ്പോഴല്ലേ നമ്മൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഒരു ആവശ്യമില്ലാണ്ട് ഒരു കടയിൽ കയറുന്ന പണിയില്ല. പിന്നെ ഡാഡിക്കായാലും ഏതാണോ അന്ന് ഫങ്ഷൻ ഞാൻ കൊടുക്കുന്ന സാരി അതിൻ്റെ മാച്ചിന് പട്ടിൻ്റെ തുണി മുറിച്ചെടുക്കുക, തയ്ക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഈ സെക്ഷനൊന്നും ഞാൻ ശരിക്കും കാണാറില്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത് മെയിനായിട്ട് ഡാഡിക്ക് ഒരു 2-3 ജീൻസ് എടുക്കാനും പിന്നെ കുറച്ച് ടീഷർട്ട്സ് എടുക്കാനാണ് കേട്ടോ. കാരണം ഞാൻ പറയാറില്ലേ, ഞങ്ങളൊക്കെ പുറത്തുനിന്നാണ് എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും 5 വർഷത്തോളമായി നമ്മൾ അങ്ങനെയുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ എടുത്തിരുന്നത് MK എന്നാണ്. MK എന്ന് പറഞ്ഞാൽ സിൽക്ക് കേന്ദ്രയിൽ നിന്നാണ്. അതും പോയോട് കൂടിയിട്ട് പിന്നെ ഞാൻ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 വർഷമായി ഏകദേശം. എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ മരിച്ചിട്ട് കുർബാന ചെല്ലിക്കുന്നതിനൊക്കെ ആയിരുന്നു. അതൊക്കെ പിള്ളേർ ഒരുമിച്ച് എല്ലാവർക്കും ഒരുപോലെ എടുത്ത കാരണം അതങ്ങനെയും പോയി. അന്നാണ് തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും പോയിട്ടുള്ളത്. അങ്ങനെതാ എനിക്ക് ഡിംപിൾ കിഡ് സെക്ഷൻ, കാരണം ഇവർക്ക് മറ്റേ ബ്ലേസേഴ്സ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാർ എടുക്കാൻ വന്നപ്പോഴാണ് കാർ ഇതാ മുകളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാഡിക്കും അതെ ഡിംപിളിനും അതെ എനിക്ക് പിന്നെ പ്രത്യേകിച്ചും ഒരു കൗതുകം തന്നെയാണ്. കാരണം ഞാനിങ്ങനത്തെ സിനിമകളിൽ പോലും ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കാണുന്നവരാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാർ ഇതാ നിൽക്കുന്നത് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കാറ്. അപ്പോൾ നമ്മൾ ഈ സിനിമകളിലും പിന്നെ എന്താ പറയുക ഇൻ്റർനാഷണൽ സംഭവങ്ങളിലൊക്കെയാണ് നമ്മളിത് കണ്ടേക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ തോന്നിയത്. എന്നിട്ട് ആ ഇതിൽ വെച്ചിട്ട് എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം, ഞാൻ പറയാണ്ട് തന്നെ ഈ കാറ് അവിടെ നിന്ന് നേരെ കണ്ടോ, ഇങ്ങനെ നമ്മൾ പസിൽ കളിക്കില്ലേ കുട്ടികൾ, അതുപോലെ സൈഡിലേക്ക് ഇങ്ങോട്ട് താഴത്തെ കാറ് സൈഡിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു, മറ്റേത് മുകളിലേക്ക് ആക്കിയിട്ട്. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ കാറ് നേരെ താഴേക്ക് ഇറക്കി. കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു തോമൂനും പാച്ചുവിനൊക്കെയാണ് ഇത് പാച്ചു അങ്ങനെ മനസ്സിലാക്കാറായിട്ടില്ല. തോമൂനും ഇത് കണ്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എന്നെ എന്ന് പറഞ്ഞു. കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട്. ആദ്യം മുകളിൽ നിന്ന് ഇങ്ങോട്ട് നീക്കി ഇപ്പുറത്തുനിന്ന് ആ കാർ ഇങ്ങോട്ട് ഇട്ട് പിന്നെ നമ്മുടെ കാർ നേരെ താഴേക്ക് വന്നു. കാണാൻ നല്ല രസം. അപ്പം ഞാൻ പറയായിരുന്നു നമുക്ക് എന്താ പറയുക ഈ കാലങ്ങൾ പുരോഗമിക്കും തോറും പുതിയ സംഭവങ്ങൾ എല്ലാവർക്കും ഓടിപ്പോയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ചേട്ടനെ ഞാൻ നോക്കാമായിരുന്നു. പ്രായമായ ഒരു ചേട്ടനാണ്, പക്ഷേ ആ ചേട്ടന് ഇതൊക്കെ എന്താ പറയുക എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഡാഡി പറയുക ചുറ്റും ഒന്ന് നോക്കി ഇവരുടെ പാർക്കിംഗ് എന്ന് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ എത്രയോ കാർ ഒരുമിച്ചിടാവുന്ന. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വശത്ത് തൃശ്ശൂരുണ്ടെങ്കിലും ഞാൻ ഇവിടേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ വെറുതെ പത്രാസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങോട്ടൊന്നും വരേണ്ട ഒരു ആവശ്യം വന്നില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങും, കടയിൽ കയറും, ഈ വണ്ടി തിരിച്ച് അവിടെ വരുമ്പോൾ അതിൽ കയറി ഇങ്ങോട്ട് പോരും. ഇങ്ങനെ പാർക്കിങ്ങിലേക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ പോവുമെങ്കിലും അവിടെയൊക്കെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുമെങ്കിലും ഇങ്ങനത്തെ ഒരു സംവിധാനം ഞാൻ ഇവിടെയാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ കണ്ടതായിരിക്കാം, ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടത് കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കല്യാൺ സിൽക്സ് ഫുള്ള് ഇന്ന് ദിവസമാണെന്നൊന്നുമില്ല, നല്ല തിരക്കാട്ടോ, എല്ലായിടത്തും നല്ല തിരക്ക്. പിന്നെ എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഏത് റേഞ്ചിൽ വേണമെങ്കിൽ ഉള്ളതുണ്ട്. നമ്മളിപ്പോൾ ഇത്ര രൂപ ബഡ്ജറ്റ് ഇത് മതി, ഇത്രേൻ്റെ ഉള്ളിൽ മതി എന്ന് പറയുമ്പോൾ അതുപോലത്തെ റേഞ്ചിലുണ്ട്. അത്രയും നല്ല എന്താ പറയുക അത്രയും സ്ഥലമുള്ളത് കൊണ്ട് ഓരോ സെക്ഷനായിട്ട് വെക്കാനുള്ള ഒരു സംവിധാനം ഞാൻ അവിടെ കണ്ടു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാച്ചൂട്ടനെ എടുക്കാനായിട്ട് പോയി. കറക്റ്റ് 1 മണി ആയതോട് കൂടിയിട്ട് ഞങ്ങളുടെ ഡാഡിക്കുള്ള പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. അപ്പം ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഡാഡിക്ക് എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അമ്മയും മോനും കൂടിയിട്ട് വരികയാണ്. വന്നു കഴിഞ്ഞ വഴിക്ക് അവൻ കയറി. അവൻ ബേക്കറി സാധനങ്ങളൊക്കെ കണ്ടെങ്കിലും
തൽക്കാലം അവനൊന്നും വേണ്ട. കാരണം എനിക്ക് തോന്നുന്നു 11:30 12 ആകുമ്പോഴാണ് അവർ സ്നാക്സ് കഴിച്ച് കഴിയുക. അപ്പോൾ നോക്കിയെങ്കിലും എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ വലിയ ആവശ്യമൊന്നും തോന്നിയില്ല, ഒന്നും അതിൽ നിന്ന് എടുത്തില്ല കേട്ടോ. അങ്ങനെ കുട്ടിയുടെ വിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണല്ലോ സ്കൂളിൽ പോയി വന്നാൽ നമ്മൾ മാക്സിമം അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയണം എന്നാണ് പറയുക. അപ്പോൾ അവരിങ്ങനെ പറയണതനുസരിച്ച് അവർക്കും എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്കും അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഉൾക്കൊള്ളാനും കുറച്ചൊക്കെ തിരുത്താനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ വീക്കെയറിൽ ഇറങ്ങി. അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ, കുറേ നാളായിട്ട് മരുന്നുകൾ വാങ്ങിക്കാനായിട്ട് അപ്പിളിപ്പിളൊക്കെ ആയിട്ടാണ് വാങ്ങിക്കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇത് നിറച്ച് സാധനങ്ങൾ എന്തിട്ടാന്ന് വെച്ചാൽ ഇവിടെ പാച്ചു എടുത്ത് വെച്ചിട്ടുള്ളതാണ് ബില്ലിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ മിഠായി അതും ഇതൊക്കെ. അവന് ബില്ലിടണം, അത്രേ ഉള്ളൂ. വണ്ടിയിൽ കയറിയിട്ട് അത് ഉണ്ടോയെന്ന് ചോദിക്കും. ഇല്ല, അയ്യോ എടുക്കാൻ മറന്നു പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ, അത് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും കുറേ അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കി ബാസ്ക്കറ്റിലിട്ട് ബില്ലിടാൻ പറയും. എന്നിട്ട് മൂപ്പര് നീങ്ങിപ്പോവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ വീക്കെയറിൽ വന്നാലും നിങ്ങളെ ഇത് മുഴുവൻ കാണിക്കാറുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇത് പുതിയതാ വന്നതാണ്, സൂപ്പർ മാംഗോ സ്മൂത്തി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു വാങ്ങിയോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വാങ്ങി ഒന്ന് നോക്കാൻ. കാരണം പാച്ചുവിനായാലും തോമുവിനായാലും ചാക്കോച്ചനായാലും ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ലതാണെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് 20 രൂപ അങ്ങടെ ഒരു പാക്ക്, ഒരു സാഷേ കേട്ടോ. അപ്പോൾ ഇത് ഒരു ടാബ്ലറ്റ് ഡിമ്പിൾ പറയണ്ടായിരുന്നു, വെയിറ്റ് ലോസിന്, സ്കിന്ന്, ഹെയർ, ഡെയിലി വൈറ്റ്നർ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. അതാണ്. അപ്പോൾ ഞാൻ സംഭവം ഒക്കെ ആരെങ്കിലും ഇതൊക്കെ അന്വേഷിക്കണ്ടെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട്, ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെ പോയാലും എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പാച്ചു വേഗം എന്നോട് പറഞ്ഞു, പാച്ചു വലിയ കുട്ടിയാകുമ്പോൾ അക്കിക്ക് വാങ്ങിക്കൊടുക്കും വീൽ ചെയർന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നില്ല, അവൻ ഈ വീൽ ചെയർ ആകെ കണ്ടിട്ടുള്ളത് അക്കിക്കാണ്. അപ്പോൾ അവ ഇത് കണ്ട വഴിക്ക് അവൻ വലുതാവുമ്പോൾ അക്കിക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമായി. കാരണം അവൻ വലുതാവുന്നത് വരെ അക്കി അവിടെ കൂടെ അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ഭയങ്കര സന്തോഷമായി. തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വണ്ടികളുടെ പേരാ പറയാം. മമ്മിക്ക് ലംബോർഗിനി വാങ്ങിച്ചു തരാം, ഡാഡിക്ക് ഇന്നത് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ പറയാം. അവനും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ആരും വീൽ ചെയർ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് ഇതാ ഇറങ്ങി. അപ്പോൾ വീക്കെയറിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. എത്രയോ പെർസെൻറ്റേജ് മറ്റേ മരുന്നുകൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ പതിവുള്ള നമ്മുടെ ഫ്രൂട്ട്സ് കട നമ്മൾ സ്ഥിരം പോകുന്നത്. അപ്പോൾ ഇത് തണ്ണിമത്തങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത് 10 രൂപയുള്ളൂ ഒരു ഗ്ലാസ്സിൽ, നല്ല ഫ്രഷ് തണ്ണിമത്തങ്ങ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഇരുന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ലേ പിള്ളേർസുള്ളപ്പോൾ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല എന്ന്. ഞാൻ ജ്യൂസ് അതൊരു ഗ്ലാസ് വാങ്ങി കുടിച്ചു. അപ്പോഴേക്കും ഡാഡി അവിടെ നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ പേരിനെ വാങ്ങിക്കുള്ളൂ. കാരണം എല്ലാ ദിവസവും ഇതിൻ്റെ മുമ്പിൽ കൂടെ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോകുമ്പോൾ വാങ്ങിക്കും. അപ്പോൾ ഫ്രഷായിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇന്ന് ബോക്സും വാങ്ങിയില്ല. ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, കാരണം അത്യാവശ്യം ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അവൻ കൊടുത്തതാട്ടോ ഈ റംബൂട്ടാൻ. അപ്പോൾ പാച്ചു ആദ്യമായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ പാച്ചു ഇതിങ്ങനെ നോക്കിയിട്ട് ചോദിക്കായിരുന്നു, ഇതെന്താന്ന്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവൻ കിവി ആണോ എന്നൊക്കെ ചോദിക്കുക. അവർക്ക് അറിയുന്ന ഫ്രൂട്ട്സിൻ്റെ പേര്. അപ്പോൾ പുതിയൊരു ഫ്രൂട്ടിൻ്റെ പേരും കൂടി അവന് കിട്ടി. അങ്ങനെ യാത്ര ഞങ്ങൾ ശരിക്ക് 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. കാരണം മറ്റേ വീക്കെയറിൽ കുറച്ച് നേരം നിന്നു. എനിക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഡാഡിയുടെ മെഡിസിൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഡിമ്പിളിന് കുറേ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു നമ്മളുടെ ബാവൻസ്. അപ്പോൾ ഞാൻ ഈ ബാവൻസ് തൊട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളുടെ വീട് എല്ലാവരും ചോദിക്കും ബാവൻസിൻ്റെ അവിടെ നിന്ന് എവിടെ പോകണമെന്ന്. ആ ബാവൻസ് തൊട്ട് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ വീട് കേട്ടോ. ഇവിടം വരെ എത്തിയാൽ പിന്നെ നിങ്ങൾക്കറിയാം. പിന്നെ അറിയാണ്ട് തെറ്റിയിട്ട് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ കുഴുക്കുള്ളി റോഡാണ് കേട്ടോ, അങ്ങോട്ട് പോവുക. ഇത് നമ്മളുടെ എൻ്റെ പൂച്ചട്ടി വന്നിട്ട് മുട്ടുന്നത് ഇവിടെയാണ്. അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങളെ കാത്തിരിക്കുകയാണ് നമ്മുടെ തോമുണ്ട് ചാക്കോണ്ട്. അപ്പോൾ ചാക്കോച്ചൻ്റെ ബഹളം നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊരു ആഘോഷമാണ്. അപ്പോൾ ഇന്ന് മൂപ്പര് അമ്മയുടെ കൂടെ തോമൂനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ആ വിശേഷമാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയും നമ്മൾ പട്ടിക്കുട്ടിയുടെ നമ്മൾ കൂട്ടിൽ നിന്ന് ഇറക്കി വിടും നമ്മൾ വരുമ്പോൾ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കുറേ അഭ്യാസങ്ങൾ നിന്ന് കാണിക്കില്ല. അതാണ് നമ്മുടെ ചാക്കോ കാണിക്കുക കേട്ടോ. അപ്പം വന്നിട്ട്
ഞാൻ കാണാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് എന്താ പറയുക, കണ്ടോ എന്നെ കാണിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങൾ. അപ്പോൾ ഇവർ പറയും നീ എന്തിനാടാ മമ്മീനെ ഇങ്ങനെ മയക്കി വെച്ചേക്കണേന്ന് ചോദിക്കും. മറ്റവർക്ക് രണ്ടുപേർക്കും അങ്ങനെയില്ല, പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവനെന്താ പറയുക, ഒരു പ്രത്യേക ഒരു കുട്ടിയാണ് കേട്ടോ. പിന്നെ ഓട്ടാണ്, ഇവിടെ നിന്ന് അവിടം വരെ ഓടുക, അവിടെ നിന്ന് ഇവിടം വരെ ഓടുക. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഇന്ന് വെള്ളം ചളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഡാഡി ഇതേ സൈഡിൽ കൂടെ ഡാഡിയുടേതായ പണികൾ, അതായത് കൊണ്ടുവന്ന സാധനങ്ങൾ അകത്ത് കൊണ്ട് വയ്ക്കുക. അവർ ചേട്ടനനിയനും സ്കൂളിൽ നിന്ന് വന്ന സാധാരണ ഈ സമയത്ത് അവർ കാണാറില്ല. തോമു പോയി കഴിഞ്ഞിട്ടാണ് പാച്ചു വരാറ്. അപ്പോൾ ഇപ്പം കണ്ടുമുട്ടിയ നേരം കൊണ്ട് അവരവരുടേതായ വർത്തമാനവും കാര്യങ്ങളും, ഇവൻ്റേതായ ഓട്ടവും പരിപാടികളും. അപ്പോൾ ഡിംപിളും ഡിവൈനും സ്കൂളിലത്തെ വിശേഷം, അതായത് ഡിവൈൻ തോമൂനെയും കൊണ്ടാണ് ചാക്കോച്ചനെയും കൊണ്ടാണ് തോമൂനെ കൊണ്ടുവരാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ചാക്കോച്ചൻ അവിടെ കിടന്ന് കാണിച്ച വിശേഷങ്ങൾ ഒക്കെ, പിന്നെ ഞങ്ങൾ പോയി കൊടുത്തുനിന്ന് വന്ന വിശേഷം, അങ്ങനെ വിശേഷങ്ങളാണല്ലോ. നമ്മൾ പെണ്ണുങ്ങൾ 3 പേര് കൂടിയാൽ പിന്നെ ഈ വർത്താനമല്ലേ ഉള്ളൂ. അങ്ങനെ ദേ സമയം 2:45 ആയിട്ടോ. ഇനി ഞാൻ വിചാരിച്ചു വേഗം പരിപാടികളൊക്കെ കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെയും മക്കളുടെ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ മുകളിലേക്ക് കയറിപ്പോയിട്ട്, ഇവർ പോയാലേ ഇനി ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചാക്കോച്ചൻ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇവർ പോയതിന് ശേഷം ഞാൻ വേഗം ഡിംപിളിനോട് പറഞ്ഞു, മോന് ചോറ് കൊടുത്തോ. അത് കഴിഞ്ഞ് ഞാൻ ദേ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിട്ടു. അപ്പോൾ ഞാനിത് ലാസ്റ്റ് വാങ്ങിയതാട്ടോ, ഈ കേക്കിൻ്റെ കട്ട് പീസുകൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ ജാം റോളിൻ്റെ ഇതിൻ്റെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ല കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല ഐസ്ക്രീമിൽ മിക്സ് ചെയ്തിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് കുട്ടികൾക്കായാലും കഴിക്കാൻ നല്ലതാണ്. ടീ കേക്കിൻ്റെ പീസുകളാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ദേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. നല്ല ഉണ്ടാട്ടോ, അരിയുണ്ട, ബേബി സണ്ടലിൻ്റെ സൂപ്പർ ഉണ്ട, നല്ല ടേസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ടേസ്റ്റായിട്ട് കഴിച്ചത് ഞാൻ അന്ന് പള്ളിയിൽ പറഞ്ഞില്ലേ, അന്നാൾ പള്ളിയിൽ നിന്ന് ഒരു സ്റ്റോൾ ഇട്ടിട്ട് അവിടെ നിന്നായിരുന്നു. അത് ഇതിനേക്കാളും നല്ലതായിരുന്നു കേട്ടോ. അത് അത്രയില്ല ഇത്, എന്നാലും നല്ലത് തന്നെയാണ്. അങ്ങനെ അതെ ഓരോ ഭാഗങ്ങൾ കഴിച്ചു. ഫുള്ള് അത് ഫില്ലാക്കി, കുപ്പികളൊക്കെ ഫില്ലാക്കി. ഇത് നമ്മളുടെ മറ്റേ എന്താ പറയുക ബോക്സുകളിലേക്ക് ഇട്ടു. പൊട്ടിച്ചിടാനുള്ള ഇപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഒളിച്ച് മാറ്റി വയ്ക്കും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ പാച്ചുൻ്റെയോ ചാക്കോച്ച ഇവർക്ക് കടിച്ച് തിന്നില്ല. ഇവരെ ഇറക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരണ്ട വെച്ചിട്ട് ഞാൻ അത് മാറ്റി വയ്ക്കും, കാണുന്നിടത്ത് വെക്കില്ല കേട്ടോ. അതിൻ്റെ കേക്ക് ഇതാ ഈ ബൗളിലിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പുറത്ത് വയ്ക്കും, പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ. അങ്ങനെയാണ്. കാരണം വെറുതെ എന്താ പറയുക ചീത്തയായിട്ടല്ല എങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുക സാധാരണഗതിയിൽ. അങ്ങനെ ദേ ഇനി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു ചിക്കനും കോഴിയും കുമ്പളങ്ങിയും ഇടും, കോഴിയും കിഴങ്ങും ഇടും. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു ഇതിനെ പാല് പിഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ഡിവൈൻ വന്ന വഴി പറഞ്ഞു, മമ്മി ഇന്നത്തെ കറി സൂപ്പറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിംപിൾ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കില്ലേ ക്രെഡിറ്റ്, കാരണം അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ച് കാച്ചിയത് ഞാനാണ്, ബാക്കിയൊക്കെ ചെയ്തത് ഡിംപിളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം, അതായത് ഇന്ന് കാരണം ഇത് ഇങ്ങനെ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. ഈ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തോ പ്രായത്തിൻ്റെ ഞാൻ തോന്നുന്നുണ്ട്, ഭയങ്കര ക്ഷീണം തോന്നും കേട്ടോ. സംഭവം കാറിലിരുന്നിട്ടാണ് പോണേ, പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോ എനിക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ ഇത് ഗ്ലാസ് വളയും, ഇത് നമ്മുടെ കമ്പി വളയും, മറ്റേത് ലക്ഷ്മിയുടെ വളയും, ഈ 3 കൂട്ടം എനിക്ക് എടുത്ത് വെക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ ഞാൻ എടുത്ത് വെച്ചു. കാരണം നമ്മൾ പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ മടി വരും. അങ്ങനെ ശരിക്കും കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടോ. ഉറങ്ങിയിട്ടിട്ട് പിന്നെ പിള്ളേരുടെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. ചാക്കോച്ചൻ ഓടി വന്നിട്ട് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത്. അങ്ങനെ അവിടുന്ന് ചായയും കുഴലപ്പവും കഴിച്ചു. കുഴലപ്പം വലിയ കുഴപ്പമില്ല, എന്നാൽ സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. കുഴലപ്പം എപ്പോഴും ടേസ്റ്റ് നമ്മുടെ വെള്ളയപ്പങ്ങാടിയിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിക്കുന്ന കുഴലപ്പം ശരിക്കും തൃശ്ശൂർ കുഴലപ്പത്തിൻ്റെ ടേസ്റ്റ് ആട്ടോ. മറ്റേതിനൊക്കെ എവിടേക്കോ, ഇതും അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പർ എന്നൊന്നും പറയാനില്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. എന്നാലും മോശമല്ല അത് മാത്രം. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴലപ്പം എന്ന് പേരുണ്ടാവുള്ളൂ, ഒരു ജാതി ടേസ്റ്റ് ആവും. ഇത് ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, പക്ഷെ ഇത്തിരി ഇങ്ങനെ പൊളച്ച് വരുന്നത് ഇത്തിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യും, ഇത്തിരി കട്ടി കൂടുതൽ പോലെ തോന്നിയിട്ടാവും. അങ്ങനെ ഞങ്ങളിത് 3 സെക്ഷനായിട്ട് തിരിഞ്ഞു. ഞാൻ പട്ടികളുടെ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് അവരതെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കുള്ള കാര്യങ്ങളും കൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങി. ഡിവൈൻ ബിസിനസ്സിൽ ഇന്ന് ഫുൾ ഡിവൈൻ്റെ ഒരു ദിവസമായിരുന്നു, കാരണം ഓരോ സെക്ഷനാണ് ഞങ്ങൾക്ക്. പിന്നെ ഡിവൈനാണ് ഫുൾ. നല്ല ഭംഗിയുള്ള പാദസരങ്ങളുടെ കളക്ഷൻ ഡിവൈൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാദസരത്തിന് വേണ്ടിയിട്ട് പാദസരം, മോതിരം, ഇതൊക്കെ ഡിവൈൻ്റെ സെക്ഷനാണ്, നല്ലോണം ഉണ്ട്. അപ്പോൾ ഡിംപിളിനോട് ചോദിച്ചാലും കാണിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഒരു എളുപ്പത്തിന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മളുടെ തുണികളൊക്കെ പുറത്തെടുത്ത് അകത്തിട്ടൊക്കെ വാടിയിട്ടുണ്ട്.
അപ്പോഴാണ് ഞാൻ ഫ്രൂട്ട്സ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർത്തത്. അപ്പോൾ ഉടനെ ഞാൻ അതൊക്കെ എടുത്ത് ട്രെയിൽ വെച്ചു. എനിക്കത് അങ്ങനെ വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ്. സംഭവം അങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും എടുത്താൽ കഴിയും സാധനം. എന്നാലും നമ്മൾക്കൊരു തൃപ്തി ഉണ്ടല്ലോ ഓരോന്ന് വെക്കുമ്പോൾ. അങ്ങനെ ഡിംപിൾ ദേ രാത്രിയിലേക്കുള്ള കൂന്തൽ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ എന്താ, ഇന്ന് രാത്രി ഫുള്ള് ഡിംപിളുടെ വകയായിരുന്നു. ഒന്നുമില്ല, കൂന്തലും നല്ല സാലഡ് ഉണ്ടായിരുന്നു. സാലഡ് നല്ലോണം അരിഞ്ഞ് നല്ല മറ്റേ വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പോഴേക്ക് ഇതാ ഒളിച്ച് കളിക്കാരൻ വന്നു. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഒളിച്ച് കളിക്കണം. അതാണ് അവൻ്റെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ദേ ഇവർക്ക് തണ്ണിമത്തങ്ങ തിന്നാൻ കൊടുത്തതാണ്. അപ്പോൾ അവരത് പ്ലേറ്റിൽ നിന്ന് കമത്തിയിട്ടിട്ട് അതിൻ്റെ ചുറ്റും ഓടി നടന്ന് കളിക്കുക. ഇനി ഇവിടെ എന്താ പറയുക, എന്തൊക്കെയാണ് നിങ്ങൾ കാണണ്ടേന്ന് അറിയില്ല. 7 മണി തൊട്ട് ഒരു 9:30-10 മണി വരെ ഇതിവിടുത്തെ അതാണ്. അത് കഴിഞ്ഞത് 3 ആളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോഴാണ് ഡിംപിളിന് 1-2 പാക്ക് ചെയ്യാൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് അപ്പോൾ ഡിംപിളും വരാൻ വേണ്ടി ഡിവൈൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണവും കാര്യങ്ങളും കഴിഞ്ഞു. ഡിവൈൻ പിള്ളേർസിനെയും കൊണ്ട് കയറി. ഡിംപിളിതെ രാത്രിയിലത്തെ സംഭവങ്ങൾ ഒതുക്കിടും. കുട്ടികളെയും കൊണ്ട് കയറല്ല, പാക്കിങ് ഉണ്ടായിരുന്നു ഡിവൈനിന് കേട്ടോ. പിന്നെ നാളെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഡാഡിയുടെ കൂടെ പോണത് പർച്ചേസിങ്ങിന്. അപ്പോൾ കൊച്ചിനെ നമ്മുടെ അക്കിയുടെ വീട്ടിലാക്കണം എന്നാണ് വിചാരിച്ചേക്കണേ, ചാക്കോച്ചനെ. മറ്റു 2 പേരും പിന്നെ സ്കൂളിൽ പോകുമല്ലോ. അപ്പോൾ പോകുമ്പോൾ രാവിലെ പോകുമ്പോഴേക്കുള്ള എല്ലാ പരിപാടികളും കഴിച്ചു വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇന്ന് ശരിക്ക് 12:30-1 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ ഡിവൈൻ എല്ലാം കഴിഞ്ഞ് കയറുമ്പോൾ. അപ്പനും മക്കളും കയറിപ്പോയി. ഡിവൈൻ പാക്കിങ് കഴിഞ്ഞാൽ കുറേ ലേറ്റ്. ഡിംപിളിന് ചെറുതായിട്ട് ഒരു ചുമയും ഒരു സുഖമില്ല, ഒരു ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ നമ്മുടെ പാച്ചുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഡിംപിളിനപ്പോൾ നല്ല ചൂടുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുക്കും കുരുമുളക് അങ്ങനത്തെ ഒരു സംഭവവും കഴിക്കില്ല. ചായ കാപ്പി കട്ടൻ തന്നെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ചായയും കാപ്പിയും ഇഷ്ടമാണ്, അല്ലാണ്ട് വേറൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാൻ വേഗം ഒരു കാപ്പി മറ്റേ ഇത് ഏലക്കായയുടെ 3 in 1. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് നല്ല ചൂട്ടോടെ ആക്കി വെച്ചു. അപ്പോൾ അത് കുടിച്ചിട്ട് ഡിംപിൾ ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പ് റോബോട്ടിനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുളിക്കാൻ പോണതിൻ്റെ മുമ്പ്. അപ്പോൾ റോബോട്ടിനെ വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ ഇരുന്നു എൻ്റെ പരിപാടികൾ കുറച്ച് അവസാനിപ്പിച്ചു. ഇതേ പട്ടികൾക്കുള്ള ഇറച്ചി വേവിക്കണം, അവർക്ക് കൊടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ റോബോട്ട് അതിൻ്റെ പണി തീർത്തോളൂല്ലോ. അങ്ങനെ ഓരോരുത്തരും എല്ലാം കഴിഞ്ഞ് നല്ല എന്താ പറയുക, നല്ലൊരു ദിവസം എന്ന് പറയില്ല. ചില ദിവസം നമുക്ക് തന്നെ മനസ്സിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്ന് തോന്നും. ചില ദിവസം നമ്മൾ 24 മണിക്കൂർ ഉണ്ടായാലും ഒന്നും ചെയ്തില്ല എന്ന് തോന്നും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാത്തൊരു കാര്യമുള്ളത്, ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഡാഡിക്ക് എടുത്തത്. അപ്പോൾ നാളെ ഞാൻ വിശദമായിട്ട് ഭംഗിയിൽ കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, കാരണം ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഡൈനിങ് ടേബിൾ കണ്ടില്ലേ, നിറച്ച് സാധനങ്ങളായിരുന്നു. പാക്കിങ് വരുമ്പോൾ നമുക്ക് ടേബിളുമ്മയാണ് ഞങ്ങൾ ഇരിക്കുക, വേറെ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്കില്ല. സംഭവം എൻ്റെ ബെഡ്റൂമിലാണ് മുമ്പ് ഇരുന്നിരുന്നത്. പക്ഷേ അതങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് ഉഷാറാവില്ല. നമുക്ക് നമ്മുടെ സ്വസ്ഥതയിലിരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടം വേണ്ട. എന്നാലല്ലേ എല്ലാത്തിനും ഒരു സൗകര്യം വന്നാൽ നമുക്കിഷ്ടം തോന്നിയാലേ നമുക്കത് ഇരിക്കാൻ ഒരു സുഖമുള്ളൂ. അപ്പോൾ നിറച്ച് സാധനങ്ങളായതുകൊണ്ട് ഞാനത് ഫുൾ കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞു, ഡിവൈൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചു. അതുകൊണ്ട് പിന്നെ കുറേ മെഡിസിൻസ് വാങ്ങിച്ചത് ഒന്നും ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം എൻ്റെ വേറെ, ഡാഡിയുടെ വേറെ, കുട്ടികളുടെ വേറെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ഫെപ്പാനയിൽ ചുമയുടെ അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് നാളെ ചെയ്യാം. അതും ഷർട്ടിൻ്റെയും ഉണ്ട്. പക്ഷെ നാളെ എണീറ്റ വഴിക്കൊന്നും പറ്റില്ല. നാളെയും ഞാൻ പറഞ്ഞില്ലേ, ഉച്ച കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒതുക്കാം, വേറെ യാത്രയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിള്ളേർസൊക്കെ കിടന്നതിന് ശേഷം ഞാൻ റോബോട്ടും പോയി അതിൻ്റെ സ്ഥാനത്ത് പോയിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് ഒതുക്കി. അപ്പോൾ നമ്മുടെ പേളിൻ്റെ സെക്ഷനാണ് ഇന്ന് മുഴുവൻ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നടന്നില്ല. ആ കാലത്ത് ഒരു 2-3 അത് അവർ പാക്കിങ്ങിന് എടുക്കേണ്ടി വന്ന കാരണമാണ് ഞാൻ എടുത്തത്. പക്ഷേ പാക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് ആവാം, പിന്നെ എല്ലാതും ഒന്ന് മാറ്റി എഴുതേണ്ടതുണ്ട്. 6 പിടി 8 പിടിയൊക്കെ ചെപ്പൊക്കെ മാറിയിട്ട് കിടക്കണേ. അങ്ങനെ മാറി കിടക്കുമ്പോൾ നമ്മളൊരാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതുപോലെ ബോക്സുകളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും എനിക്ക് അതൊന്ന് കാണണം ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം നമ്മൾ ഇത്രയും ബോക്സുകളുടെ ഇടയിൽ നിന്ന് തപ്പിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളത് കാണിച്ചു തരുമ്പോൾ പറയാം, അയ്യോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നപ്പോഴാണ് സിറ്റ് ഔട്ടിൽ നിന്ന് വെളിച്ചം കണ്ടത്. നോക്കിയപ്പോൾ ഡാഡി ഇന്ന് മറന്നിട്ട്
കിടന്നതാണ്. മറ്റേ അത് ഡാഡിയാണ് മറ്റേ ഫിഷ് ടാങ്കിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനത് ഓഫ് ചെയ്തു. അപ്പോഴാണ് ഞാൻ കുറേ കാലങ്ങളായി നടയപ്പുറം ആ സമയത്ത് കണ്ടിട്ട്. വളരെ ശാന്തമായി, മഴയൊന്നുമില്ലാണ്ട് നല്ലൊരു അന്തരീക്ഷം. പക്ഷെ നമുക്ക് പേടി തോന്നും കേട്ടോ, ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, വിജനമായ സ്ഥലത്ത് നോക്കുമ്പോൾ പേടിയാവും. അങ്ങനെ ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വളരെ സന്തോഷമായിട്ട് സമാധാനമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഇനി നാളത്തെ യാത്ര കുറേ വിശേഷങ്ങളുണ്ട് നിങ്ങളോട് പറയാനായിട്ട്. അപ്പം നാളെ എല്ലാം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിവൈനും ഞാനും ഡിംപിളും എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വിശേഷമായിട്ട് നാളെ വരാം.